കൊച്ചിയിൽ NCC ക്യാമ്പിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ വലിയ പ്രതിഷേധം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയരുകയാണ്. തൃക്കാക്കര KNM കോളേജിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രക്ഷിതാക്കളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ക്യാമ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ വലിയ പ്രതിഷേധം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരികയാണ്. അതിനിടയിൽ ചില ഗുരുതര സ്വഭാവത്തിലുള്ള ചില ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. ക്രൂരമായി മർദ്ദിച്ചു, ഓഫീസർമാർ മർദ്ദിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. രക്ഷിതാക്കളെ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാതെ ഇരുന്നതാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അവരോട് കാര്യങ്ങൾ ചോദിക്കണം, എന്താണ് തങ്ങളുടെ കുട്ടികൾക്ക് പറ്റിയത് എന്നുള്ള കാര്യം അവരിൽ നിന്ന് അന്വേഷിച്ചറിയണം എന്നുള്ളതായിരുന്നു രക്ഷിതാക്കൾ മുന്നോട്ട് വെച്ച കാര്യം. അതിൻ്റെ ഭാഗമായി കോളേജിന് മുന്നിലേക്ക് എത്തിയപ്പോൾ ആദ്യം ഗേറ്റ് വെച്ച് തടഞ്ഞു. ക്യാമ്പിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് കുറച്ച് സമയം ഈ ഗേറ്റിന് പുറത്ത് രക്ഷിതാക്കൾ കാത്തു നിൽക്കുന്നു. എന്നിട്ടും യാതൊരു തരത്തിലുള്ള മറുപടിയും കിട്ടിയില്ല എന്ന് വന്നതോടുകൂടിയാണ് ഈ ഗേറ്റ് തള്ളി തുറന്ന് ഈ ക്യാമ്പിനകത്തേക്ക് കടക്കുന്ന നിലയിലേക്ക് രക്ഷിതാക്കൾ പോയത്. പോലീസ് എത്തി അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് ഫലം കണ്ടിട്ടൊന്നുമില്ല. ഇപ്പോഴും ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാവുന്നു. അതിനിടയിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിരുന്നു. നേരത്തെ ഈ കുട്ടികളോട് സംസാരിക്കുന്നതിൽ നിന്ന് ഭക്ഷ്യവിഷബാധയാകാം എന്നുള്ള ഒരു സംശയം, അത്തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ വിദ്യാർത്ഥികൾ ഉയർത്തിയിരുന്നു. കഴിച്ച ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് അന്വേഷണത്തിനാണ് ആരോഗ്യ വിഭാഗം എത്തിയത്. അവർ അതിൻ്റെ പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഈ NCCയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരും എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം പരിശോധിക്കാം എന്ന മറുപടിയാണ് നൽകിയത്. ഉമാ തോമസ് MLA സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. അല്പസമയം മുമ്പുള്ള ദൃശ്യങ്ങളാണത്. ഈ NCCയുമായി ബന്ധപ്പെട്ട ഓഫീസേഴ്സിനോട് കാര്യങ്ങൾ തിരക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്, മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഉമാ തോമസ് MLAയും അകത്തേക്ക് പോയിരിക്കുന്നത്. അല്പസമയത്തിനകം MLAയുടെ പ്രതികരണം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രതിഷേധത്തിന് അയവ് വന്നു എന്ന് പറയാവുന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല. ക്യാമ്പ് പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിന് പിന്നാലെ ചില വിദ്യാർത്ഥികളൊക്കെ വീടുകളിലേക്ക് രക്ഷിതാക്കൾക്കൊപ്പം മടങ്ങിയിട്ടുണ്ട്. ചിലർ ഇപ്പോഴും അവിടെ തുടരുന്നു, വലിയ പ്രതിഷേധം ഉയർത്തുന്നു. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, തുടരാം. അമൽ, റീജിത്ത്, ഇപ്പോൾ ക്യാമ്പ് പിരിച്ചുവിട്ടിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില കുട്ടികൾ ഇവിടെ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികൾ അധികം പേരും ഇവിടെ തന്നെ തുടരുകയാണ്. കാരണം ഈ ഒരു രാത്രി സമയത്ത് വീട്ടുകാരെ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തിപ്പെടുവാനോ അസൗകര്യമുള്ളവർ ഇവിടെ തന്നെ തുടരുകയാണ്. അവർ ഒരുപക്ഷെ നാളെ ആയിരിക്കാം വീടുകളിലേക്ക് മടങ്ങുന്നത്. ഇപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതിഷേധമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികളുടെ NCC സീനിയേഴ്സ്, ഈ വിദ്യാർത്ഥികളുടെ NCC സീനിയേഴ്സ് ഇവരെ ആശ്വസിപ്പിക്കാനും ഇവരോട് സമാധാനപരമായിട്ട് പെരുമാറാനും സാധിച്ചു. പക്ഷേ അതിനിവര് സമ്മതിക്കുന്നില്ല. വിദ്യാർത്ഥി ഈ NCCയുടെ സീനിയർ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിലുള്ള NCCയുടെ മുതിർന്ന വിദ്യാർത്ഥികളും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയ സംഘർഷഭരിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഈ ഒരു സംഘർഷത്തെ ഒരു സമാധാനപ്പെടുത്തുവാൻ പോലീസിന് സാധിക്കുന്നില്ല. പോലീസിന് ഇത് സാധിക്കാത്തത് എന്താ വെച്ചാൽ വളരെ സമീപനത്തോടു കൂടി തന്നെയാണ് പോലീസ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പിനുള്ളിലാണ് ഇപ്പോൾ നാട്ടുകാരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും പോലീസും എല്ലാം ഉള്ളത്. ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് 2 ആംബുലൻസുകൾ ഇപ്പോഴും ഇവിടെ തന്നെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യം നേരിടുന്ന വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് ഉടനടി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ 2 ആംബുലൻസുകൾ ഇപ്പോൾ KMA കോളേജിന്റെ നടുത്തളത്തിൽ നിർത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ വിദ്യാർത്ഥികളെല്ലാം അങ്ങേയറ്റം ആശങ്കയോടും ആശയക്കുഴപ്പത്തോടും ഒക്കെയാണ് ഇവിടെ തുടരുന്നത്. അവർക്ക് വളരെയധികം പ്രതീക്ഷയോട് കൂടി തന്നെ, അല്ലെങ്കിൽ പുതിയ ജീവിതത്തിലെ പുതിയൊരു തങ്ങളുടെ അധ്യയന വർഷത്തിലെ പുതിയൊരു അനുഭവമായിരിക്കും എന്നൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഈ ക്യാമ്പിന് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു അനുഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 2 വിദ്യാർത്ഥിനികൾ നമ്മളോട് സാബുമാർക്ക് കിടന്നു കൊടുക്കോ അങ്ങനെ വരെ അവർ ഞങ്ങളോട് ചോദിച്ചു. ആ ലേഡി, എനിക്ക് അവരെ അറിയില്ല, അവരെന്തോ പാർട്ടിക്കാരത്തിയാന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര മോശമായിട്ടാണ് അവർ ഞങ്ങളെ സംസാരിച്ചത്. ഞങ്ങളുടെ ആ ബെരക്കിലേക്ക് കയറി വന്ന് ഞങ്ങളുടെ ബെരക്കൊക്കെ നോക്കി. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോന്ന്. ഞങ്ങള് അതെ, ഇപ്പോ ഞങ്ങൾ സാബുമാർക്ക് കിടന്നു കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഞങ്ങൾ എല്ലാവരും ഒരു NCC കാഡറ്റ് ആവുന്നതിന് ഭയങ്കര പ്രൗഡാണ്. അവൾ അങ്ങനെ വരെ ചോദിച്ചു ഞങ്ങളുടെ അടുത്ത്.
അറിയില്ല. അവിടെ ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ഈ സ്ത്രീയോട് അതിന്റെ മേളിൽ ഈ പറയുന്ന അതെ അതിന്റെ മേളിൽ ഈ പറയുന്ന ഒഫീഷ്യൽ ഉണ്ടോന്ന് നോക്കാന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ രീതിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ ചേട്ടൻ പറഞ്ഞോ. അല്ല എന്താ അധികാരമില്ല എന്നല്ല. എന്ത് മൈൻഡ്? അല്ല എന്ത് മൈൻഡ്? ഞങ്ങളുടെ സാബുമാരെ കുറിച്ച് വേണ്ടാതിനെ പറയാൻ നിങ്ങൾക്ക് ആരും അധികാരം തന്നെ? നിങ്ങളും കള്ളം പറയല്ലേ? കൂട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ മേള ആളുണ്ടോ ഒന്ന് നോക്കണം. എന്താച്ചോ ഇവിടെ വന്നിട്ട് തോന്നർക്ക് എല്ലാവർക്കും പറഞ്ഞിട്ട് ആയിക്കോട്ടെ. ഇവര് പറഞ്ഞെന്താണെന്നറിയോ? ഇത്രയും ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞ് ആളുകളെ കേൾക്കാൻ പറ്റാതെ. അങ്ങനെയാണ് ഞാൻ കയറി നോക്കിയത്. അല്ലാണ്ട് അതൊരു സംശയത്തിന്റെ പുറത്തല്ല. നമുക്ക് അതിന്റെ മേളിൽ ഓഫീഷ്യൽസ് ഉണ്ടോന്ന് അറിയണം. നിങ്ങൾ ഒറ്റയ്ക്ക് കയറി വന്നിട്ട് ഞങ്ങളോട് എല്ലാവരോടും നിങ്ങൾ ഇവിടെ എന്ത് പരിപാടിയാണ് കാണിക്കണേ, നിങ്ങൾ സാമാർക്കായിട്ട് എന്ത് ഇടപാടാന്ന് പറഞ്ഞു നിങ്ങളെല്ലാം ക്ലാസ് ഇവിടെ കയറി ഇറങ്ങി നോക്കിയില്ലേ? എന്നിട്ടാണ് അപാദം. ഇപ്പോൾ വിദ്യാർത്ഥികളും പ്രതിഷേധക്കാരും തമ്മിൽ, അതായത് NCCയുടെ വിദ്യാർത്ഥികളും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ പ്രതിഷേധിക്കാൻ വന്ന നാട്ടുകാരുടെ ഭാഗമായിട്ടുള്ള SFIയുടെ ഭാഗമായിട്ടുള്ള ഒരു വനിതാ നേതാവ് ഇവിടെ NCCയുടെ സീനിയർ ആയിട്ടുള്ള NCC സീനിയർ കേഡറ്റ്സിന്റെ ബാരക്കുകളിൽ NCC സീനിയർ കേഡറ്റുകളുടെ താമസ സ്ഥലത്ത് ചെന്നിട്ട് ഇവരോട് ഈ വനിതാ NCC കേഡറ്റ്മാരായിട്ടുള്ള പെൺകുട്ടികളോട് ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നാണ് ഇപ്പോൾ ഇവിടെ NCC കേഡറ്റുകളുടെ ആരോപണം. ഈ ആരോപണത്തിന്റെ കഴമ്പ് എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുന്നതല്ല.